നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനിവിടെ സുഖമായിരിക്കണം. പിന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ സ്കിന്നൊന്ന് തിളങ്ങാൻ, നിങ്ങൾക്കിത് ദിവസവും നിങ്ങളുടെ ആ ഒരു മുഖത്തെ ആ ഒരു എന്താ പറയുക ടാന് മാറ്റി നിങ്ങൾക്ക് ആ ഒരു മുഖത്തിനൊരു ക്ലിയർ ഒരു തെളിമ മുഖത്ത് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാം. പിന്നെ എപ്പോഴും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അവർ ആഴ്ചയിൽ 3 വട്ടം ഉപയോഗിക്കുക. ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. നല്ല അടിപൊളിയാണ്. സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നത് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് കിട്ടുന്നത് അതാണ്. പിന്നെ നല്ലപോലെ വെളുക്കും നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ടാനൊക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ മാറും. നിങ്ങളുടെ കഴുത്തിലോ കയ്യിലും മുഖത്തും എവിടെ വേണമെങ്കിലും ഇത് തേക്കാം. അത്രയും നല്ല അടിപൊളി പാക്കാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസേ നമുക്ക് വേണ്ടുള്ളൂ. നമ്മുടെ സ്കിൻ എല്ലാവർക്കും വെളുക്കാൻ ഇഷ്ടം. എല്ലാവരും പറയും വെളുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. എല്ലാവരും അങ്ങനെ പറയുമെങ്കിൽ എല്ലാവർക്കും വെളുക്കണത് ഇഷ്ടമാണ്. ഞാനൊരു ഇരുനിറാണ്, ഞാൻ വെളുത്തിട്ടൊന്നുമില്ല, ഇരുനിറാണ്. വെളുക്കണത് എനിക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വെളുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റനിങ് ക്രീമൊന്നും അല്ലല്ലോ തേക്കണം, നമ്മൾ പാക്കുകളാണ് ഉപയോഗിക്കണം. അതും നാച്ചുറലായിട്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ്, അത്യാവശ്യം നമ്മൾ ആയുർവേദത്തിൽ നിന്ന് വാങ്ങണ ഇൻഗ്രീഡിയൻസ്, ഇതിനൊക്കെ പറഞ്ഞാൽ നമുക്ക് മെല്ലെ റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് നിലനിന്ന് പോകും. ആ സ്ഥാനത്ത് നമ്മൾ വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങി തേക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വെളുക്കും. പക്ഷേ അത് ഒരിക്കലും നിലനിന്ന് പോയില്ല. ആ ക്രീം തേച്ച് കഴിയണോടുകൂടി നമ്മൾ സ്കിന്ന് മൊത്തം നമ്മുടെ തൊലി ഉരുക്കിയാണ് ആ വൈറ്റനിങ് ക്രീം. അത് നമ്മുടെ സ്കിൻ തൊലി ഉരിക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൂര്യനിൽ നിന്നുള്ള ആ ചൂടേൽക്കുമ്പോൾ നമ്മുടെ സ്കിൻ അങ്ങനെ പൊള്ളിക്കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മുടെ മുഖം. ഞങ്ങളുടെ തൊട്ട വീട്ടിലെ കുട്ടിക്ക് ഉണ്ടായ അനുഭവമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ കുട്ടിയുടെ സ്കിൻ മൊത്തം കേടുവന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണെച്ചാലും നമ്മുടെ ആ ഒരു മേനത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ പണി ചെയ്ത് ഒന്ന് പണി ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വെളുക്കും. എൻ്റെ മുഖത്തെ ടാനും പിഗ്മെൻറ്റേഷനും മോക്കുരു വന്ന പാടും കണ്ണിലടി ഡാർക്ക് സർക്കിളും ഒക്കെ വന്ന് എൻ്റെ സ്കിൻ മൊത്തം കറുത്തോണ്ടായതായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ വെളുത്തിട്ടല്ലെന്ന് ഓൾറെഡി പറഞ്ഞു, ഇരുനിറാണ്. ആ ഇരുനിറം മൊത്തം അങ്ങോട്ട് കറുത്തു പോയി. നിങ്ങൾക്കറിയാലോ, കല്യാണത്തിന് മുമ്പൊക്കെ സ്കിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ സ്കിൻ ശ്രദ്ധിക്കലേ നിർത്തി. അപ്പോൾ നമ്മൾ ഭർത്താവിന് വേണ്ടി ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയില്ലേ. അത് കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ നോക്കി നടന്നു. നമ്മുടെ കഴിക്കണതാണെച്ചാലും കുടിക്കണതാണെച്ചാലും നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഒന്നും ശ്രദ്ധിച്ചില്ല. എൻ്റെ അനുഭവം ഞാൻ പറയണത്. ഒന്നും ശ്രദ്ധിക്കാതായപ്പോൾ എന്തായി, മുഖം മൊത്തം അങ്ങനെ എന്താ പറയുക പിഗ്മെൻറ്റേഷനായി. മുടി മൊത്തം കൊഴിഞ്ഞ്, നിറച്ച് മുടി ഉണ്ടായിരുന്നതായിരുന്നു എനിക്ക്. മുടി ശ്രദ്ധിക്കാതെ അതുകൊണ്ട് മുടി മൊത്തം കൊഴിഞ്ഞു പോയി, വണ്ട കാണാൻ തുടങ്ങിയ അവസ്ഥയായി. അപ്പം ഇതൊക്കെ ഉണ്ടാവണത് എന്തുകൊണ്ടാണ്? നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കഴിക്കണ കാര്യത്തിലും അതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ മുഖത്ത് തേച്ചുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല, നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല, നമ്മൾ കഴിക്കും കൂടി വേണം. നമ്മളൊരു പ്രായമാകും തോറും വിറ്റാമിൻസൊക്കെ നമുക്ക് കുറഞ്ഞു വരികയാണ്. നമ്മുടെ പ്രസവം കഴിഞ്ഞു, കുറേ ബ്ലഡ് പോയി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കണതും കൂടി ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും മക്കളെ തീറ്റിക്കും, അവരുടെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. അപ്പോൾ നമ്മളെയും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ തന്നെത്താനേ ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് എന്താ പറയുക സ്കിന്ന് ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫ്ലാക്സ് സീഡ് വെച്ചിട്ടൊരു പാക്കാണ് ഉണ്ടാക്കാൻ പോണത്. സ്കിൻ നല്ലപോലെ തിളങ്ങാൻ സഹായിക്കും കേട്ടോ. അതിന് നമുക്ക് ഫ്ലാക്സ് സീഡ് പൊടിച്ച് നമ്മളെടുത്ത് വെക്കുക. എന്നുവെച്ചാൽ കൂടുതൽ പൊടിച്ച് വെക്കരുത്, അതിൽ നിന്നൊരു എണ്ണമെഴുക്ക് ഇറങ്ങി വരുള്ളൂ. നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക 2-3 സ്പൂൺ എടുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. സോറി, ഞാനിപ്പോൾ ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ് കേട്ടോ. നമുക്കൊരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ് ഞാനിത്. ഫ്ലാക്സ് സീഡ് പൊടിച്ചത് നമുക്ക് ഇതിന്നെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം 2 പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ. നിങ്ങൾ ഏതാണോ ഫേസിൽ ഉപയോഗിക്കാറ് അത് നിങ്ങൾക്ക് എടുക്കുക. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കുക. ഏതാ സ്കിന്നിക്ക് പറ്റിയാൽ അത് എടുക്കുക. ഈ സ്കിന്നിലേക്ക് മഞ്ഞൾ ഒട്ടും ചേരാത്ത ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി എടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ റാഗി പൗഡറാണ്, പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, അത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക.
ഇത് മൂന്നും നമ്മുടെ സ്കിൻ നല്ലപോലെ കളർ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല തിളക്കം നൽകും നമ്മുടെ ഫ്ലാക്സ് സീഡ് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഇനി ഇത് നമുക്ക് എന്തൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് ചോദിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അടിച്ചിട്ട് നിങ്ങൾക്ക് തൈര് ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ പാൽ ഏറ്റവും ബെസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത് പാലാണേ. തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചോളൂ. ഞാനിപ്പോൾ പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ ചെയ്യാറ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സ്കിന്ന് ശ്രദ്ധിക്കാൻ ഒരു മടിയും കാണിക്കരുത്. സ്കിന്ന് ഇപ്പം തന്നെ ശ്രദ്ധിച്ച് തുടങ്ങിക്കോ. ഞാനിപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് അവസ്ഥയിലായിരുന്നു എൻ്റെ സ്കിന്നെന്ന്. സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും കിട്ടി. പിന്നെ ഹെയർ ശ്രദ്ധിക്കണില്ല, ഇപ്പോഴും അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിന്നു കേട്ടോ ആ ടോണർ കൊണ്ട്. അതുപോലെ എൻ്റെ ചെറിയ മോൻ്റെ മുടി ബാക്കിൽ ഇവിടെ എങ്ങനെയായിട്ട് അങ്ങനെ വട്ടത്തിൽ, ഇത്രയും വട്ടത്തിൽ മുടി മൊത്തം ഇങ്ങനെ പോയിട്ട് അതിലിങ്ങനെ ഒരു കുമിള പോലെ ഇങ്ങനെ പിരുവിരുന്നനെ ഉണ്ടായിരുന്നു. അവന് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, വട്ടത്തിൽ ഇതിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ ടോണർ ഉണ്ടാക്കിയതിന് ശേഷം അവൻ്റെ മുടിയിൽ ദിവസം അടിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പിരുവിരുന്നനെയുള്ള ആ ഒരു കുമിളി ഉണ്ടല്ലോ, ഒരു കുരു പോലെയുള്ളത്, അത് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ നല്ല സ്മൂത്തായി, സ്കിന്ന് നല്ല സോഫ്റ്റായി അവിടുത്തെ. ഇനിയിപ്പോൾ ഞാനിപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അവിടെ മുടി വരുമോ എനിക്ക് നോക്കണം. അതെനിക്ക് വല്ലാത്തൊരു അനുഭവം ഞെട്ടിക്കുന്നത്. ഇത്രയൊക്കെ ഒരു റിസൾട്ട് ആ ഒരു ടോണർ തരേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എൻ്റെ മുടി കൊഴിച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മുടി കൊഴിച്ചിലായിരുന്നു. അതിപ്പോൾ എനിക്ക് അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അത് ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു കേട്ടോ. അപ്പോൾ അത്രയും നല്ല ടോണറാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ ആ ടോണർ ഇട്ടത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പുള്ള ടോണറിൻ്റെ ആ ഒരു ഹെയർ ടോണർ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്, തീർച്ചയായും എല്ലാവർക്കും ഉപകാരമാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മൾ പാക്ക് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടിച്ച് എൻ്റെ പേര് ദീപാന്ന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കണ്ടുല്ലോ, നമുക്ക് കണ്ടു നല്ല എന്താ പറയുക, ഇത്തിരി ലൂസോടുകൂടി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം നമ്മുടെ പരുവത്തിനായി. ഇപ്പോൾ ഇത്രയും നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അത് നമുക്ക് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു നമ്മുടെ ഫ്ലാക്സ് സീഡ് ആണെങ്കിലും നമ്മുടെ റാഗി ആണെങ്കിലും ഒക്കെ ആ പാല് മൊത്തം വലിച്ചെടുത്ത് അത് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കഴുകി എടുക്കുന്ന സമയത്ത് ഒരു മസാജാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്കത് നല്ല കട്ടിക്ക് തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കഴുത്തിലൊക്കെ ഞങ്ങൾക്കത് ഉപയോഗിക്കാം. കഴുത്തത്തെ കറുപ്പൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് തന്നെ മുഖത്തിട്ട് കൊടുത്തു. കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ബാക്കി ഇത് അത്രയുണ്ട്. ഇത് ഞാൻ രാവിലെ കുളിക്കുമ്പോൾ ഇടും. ഇപ്പോൾ രാത്രി 9 മണിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇത്രയും ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രമാണ് ഇടുന്നത്. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇത് കഴുകി റിസൾട്ട് കാണിച്ചിട്ടാണ്. നല്ല അടിപൊളിയാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇട്ടിട്ട് 20 മിനിറ്റ് ആയി കേട്ടോ. ഇവിടെയൊക്കെ നല്ലപോലെ ഉണങ്ങി കണ്ടോ. അപ്പോൾ ഞാനൊന്ന് ഒരു മസാജ്, വെള്ളം തൊട്ട് നനച്ച് ഒരു മസാജ് കൊടുക്കുക. അതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ ഞാനതൊന്ന് മസാജ് കൊടുത്തിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസ് കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ടാണ് കളർ വന്നിരിക്കുന്നത്. മുഖത്തിന് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. സ്കിൻ നല്ല സോഫ്റ്റായി കണ്ടോ. സ്കിന്നിന് നല്ലൊരു തിളക്കം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ. നല്ലൊരു തിളക്കം തോന്നും നമുക്ക് സ്കിന്നിന്. കാരണം ഇത് ഫ്ലാക്സ് സീഡ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു തിളക്കം കിട്ടുന്നത്. നമ്മുടെ ഈ ഇവിടെ കണ്ടു അടിപൊളിയായിട്ടൊരു മിന്നൽ. നമുക്ക് വേറെ ഒന്നും തേക്കാതെ തന്നെ ആ ഒരു തിളക്കം നിലനിർത്തണം എന്നുണ്ട് വെച്ചാൽ
നിങ്ങൾ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 3 വട്ടെങ്കിലും നിങ്ങളിത് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു തിളക്കം തോന്നും. മൂക്കിൻ്റെ ഇവിടെയൊക്കെ കണ്ടു നല്ലൊരു ബൾബ് വെച്ച് മതി, നല്ലൊരു തിളക്കമാണ്. കവളിൽ ഇവിടെയൊക്കെയാണ് ചില ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു തിളക്കം തോന്നും. നമ്മളിത് എപ്പോഴും ഉപയോഗിക്കണതിലൂടെ നമ്മുടെ തിളക്കം നിലനിൽക്കുകയും ചെയ്യും, നല്ല കളറും വരും കേട്ടോ. അത്ര നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. മഞ്ഞൾ പറ്റാത്തവർക്കും മഞ്ഞൾ ഉപയോഗിക്കേണ്ട. മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസും പാൽ ഒഴിച്ചോ തൈര് ഒഴിച്ചോ മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് ഏത് വെച്ചാണോ നിങ്ങൾക്ക് നല്ലത് വെച്ചാൽ അത് വെച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ തേക്കുക. സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.